കശുവണ്ടി അഴിമതി കേസിൽ സർക്കാരിന്റെ നിർണായക നീക്കം ആർ ചന്ദ്രശേഖരനെ അടക്കം പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐക്ക് അനുമതി നിലപാട് ഹൈക്കോടതി അറിയിച്ചു. ഉത്തരവ് ഹാജരാക്കാൻ 2 ദിവസത്തെ സാവകാശം തേടി. പരാതിക്ക് പിന്നിൽ സംഘടനയ്ക്കുള്ളിലെ തർക്കമെന്ന് ചന്ദ്രശേഖരൻ. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റം പരിശോധിക്കാൻ സർക്കാർ. MSC കമ്പനിയുടെ നിക്ഷേപത്തിൽ അനുമതി തേടി അദാനി ഗ്രൂപ്പ്. കത്ത് എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. ഓഹരി കൈമാറ്റം കേരള താൽപര്യത്തിന് വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ്. താരസംഘടന അമ്മയുടെ പ്രതിസന്ധി പുതിയ തലത്തിലേക്ക്. ശ്വേത അടക്കം രാജി ഔദ്യോഗികമായി സമർപ്പിച്ചില്ല. പൊതുസമൂഹത്തെ പറ്റിച്ചുവെന്ന് KB ഗണേഷ് കുമാർ. അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത് ബൈലോയ്ക്ക് വിരുദ്ധമാണെന്ന് ഒരു വിഭാഗം. അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ ചുമത്തിയത് 6 വകുപ്പുകൾ. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ ഭർത്താവിന് തിരിച്ചടി. മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച വേണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി തള്ളി. മുഹമ്മദ് ഫർമാന്റെ അപേക്ഷ തള്ളി സിംഗിൾ ബെഞ്ച്. വധഭീഷണി ഉണ്ടെന്ന് ദമ്പതിമാർ मध्यप्रदेश की पुलिस हमको खबर मिली है, इनकाउंटर करने का बोल रही है, गोली मारने का, मार डालेंगे करेंगे, ऐसी खबरें आ रही है. मुझे मैसेज भी आया, ऐसे मोबाइल में मैसेज भी आ रहे हैं मारने का. ये बाहर से भी हमको खबरें आई. അയോധ്യ തട്ടിപ്പ് കേസ് CBIക്ക് വിടാൻ UP സർക്കാർ. അന്വേഷണം കാണിക്കെണ്ണാൻ ചുമതലപ്പെടുത്തിയ കമ്പനിയിലേക്കും. ട്രസ്റ്റ് പുനഃസംഘടനയിൽ BJP RSS ചർച്ചകൾ സജീവം. ചമ്പത് റായിയെ പിന്തുണച്ച ഒരു വിഭാഗം. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാന നീക്കം. US ഇറാൻ ചർച്ചകൾ തുടരും. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഇറാൻ ഒരുങ്ങുന്നു. ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തെ ഇന്ധനക്ഷാമം പരിഹരിക്കാനായി റഷ്യ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി തുടങ്ങി. പകരം റഷ്യയുടെ ഡിസ്കൗണ്ട് ക്രൂഡ് ഓയിൽ ഇന്ത്യക്ക്. നടപടി യുക്രൈൻ യുദ്ധത്തെ തുടർന്നുള്ള ഇന്ധനക്ഷാമം പരിഹരിക്കാൻ. ലോകകപ്പിൽ ഇത് ക്ലാസിക് പോരാട്ടം. പോർച്ചുഗലും ക്രൊയേഷ്യയും നേർക്കുനേർ. സ്പെയിനിന് എതിരാളികൾ ഓസ്ട്രിയ. സ്വിറ്റ്സർലൻഡ് അൾജീരിയ പോരാട്ടം രാവിലെ 8:30.